സുഗമോദേവി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ നന്ദനിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കുന്നു. നന്ദനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും, അതായത് കുറ്റങ്ങളൊക്കെ തന്നെ താൻ ഒറ്റയ്ക്കാണ് ചെയ്തെന്നുള്ള രീതിക്ക് പറഞ്ഞു വരുത്താനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിൽ ഹരിവക്കീലിന് സംശയങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് കൊന്നതും ആ ബോഡി വലിച്ച് ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയതും പിന്നീട് കുഴിച്ചു മൂടിയതും ഒക്കെ തന്നെ താൻ ഒറ്റയ്ക്കാണെന്ന് നന്ദൻ തുറന്നടിക്കുന്നു. എല്ലാം തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിഞ്ഞു എന്നൊക്കെ ഹരിവക്കീൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം വക്കീലാവട്ടെ എല്ലാവരോട് കൂടിയിട്ട് അഭിപ്രായം പറയാനായിട്ട് പറയണം. അതായത് നന്ദന് ശിക്ഷ വാങ്ങി കൊടുക്കേണ്ട കാര്യത്തിൽ എന്താണ് അഭിപ്രായം എന്ന്. ദേവികയും സിദ്ധാർത്ഥനും ഒരഭിപ്രായത്തിലും, മറിച്ച് പ്രഭാവതിയാണെങ്കിൽ തന്റെ മകൻ ഒരു തെറ്റുപറ്റി പോയതാണെന്നും അതും ഒരു കയ്യബദ്ധത്തിൽ സംഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞ് നന്ദനെ രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയങ്ങളൊക്കെ തന്നെ ഇസബല്ലയാണെങ്കിൽ ദേവികയും നന്ദനും ഉറപ്പായിട്ടും അടുക്കുമെന്നും, അങ്ങനെ അടുത്തിട്ടുണ്ടെങ്കിൽ ഋഷിയെ താൻ തട്ടിക്കളയുമെന്നും, അത് ചെയ്തിട്ടും പിന്നെയും അവരൊന്നാവുകയാണെങ്കിൽ നന്ദനെ ഞാൻ കൊന്നുകളയും, എനിക്ക് കിട്ടാത്തത് ദേവിക്കും കിട്ടണ്ട എന്നൊക്കെ കെവിനോട് പറയുന്നു. ഇത് കേട്ട് കെവിനാണെങ്കിൽ ഇസബല്ലയുടെ ഒരു മാനസിക വിഭ്രാന്തിയെ കുറിച്ച് ഓർത്ത് ആകെ ടെൻഷനാവുകയാണ്. പിന്നീട് ദേവിക ഫോൺ വന്നിട്ട് അങ്ങോട്ട് മാറിപ്പോകുമ്പോൾ ഹരിവക്കീൽ പറയുന്നുണ്ട്, ദേവികയെ വിഷമിപ്പിച്ചത് ഒട്ടും ശരിയായില്ല. ഈ ഇസബല്ലയും കെവിനും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ നീ ഇസബല്ലയോട് കുറച്ച് ഓവറായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു. ആ ഒരു സൗഹൃദം എത്രത്തോളം നിന്റെ ഭാര്യയെ വേദനിപ്പിച്ചു എന്ന് നീ അളന്നെടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലാകുന്നുണ്ട്, അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. എല്ലാത്തിനും കൂടിയും ഞാൻ എല്ലാം ശിക്ഷയെ ഏറ്റുവാങ്ങിക്കോളാം എന്നൊക്കെ പറയുകയാണ്. പിന്നീട് വക്കീല് അവസാനമായിട്ടൊരു തീരുമാനം പറയുകയാണ്. അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണിത്. ഇത്രയും ദിവസം നമ്മൾ എല്ലാവരും ചേർന്നത് മറച്ചു വെച്ചത് തന്നെ തെറ്റാണ്. നന്ദൻ ഇപ്പോഴെങ്കിലും സത്യങ്ങൾ തുറന്നു പറഞ്ഞത് നന്നായി. പെട്ടെന്നൊന്നും ഇതിലൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയില്ല. ആദ്യം ചെയ്യേണ്ടത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുക എന്നതാണ്. ഋഷിയെ കാണാത്തതിന്റെ പിന്നിൽ അവനെ കൊന്നതും താനാണെന്നുള്ള സത്യം വിളിച്ചു പറയുക എന്നതാണെന്നൊക്കെ പറയുമ്പോൾ നന്ദൻ അതിന് തയ്യാറെടുക്കുകയാണ്. പക്ഷെ പ്രഭാവതിയാണെങ്കിൽ ആദ്യം ഒന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ദേവികയും സിദ്ധാർത്ഥനും പറയുന്നുണ്ട്, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്ന്. അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ ഗിരി അറിയാണ്. ഗിരിയാണ് ഇക്കാര്യം രജനിയോടും പറയുന്നു. രജനി കേട്ടത് പാതി കേൾക്കാത്ത പാതി പറയുന്നുണ്ട്, ആ ദേവിക തന്നെയായിരിക്കും മുൻകൈ എടുത്ത് എന്റെ അനിയന് ശിക്ഷ വാങ്ങി കൊടുക്കുന്നുണ്ടാവുക. അവനൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞില്ലേ, സ്വന്തം അമ്മയെ പറഞ്ഞപ്പോ അവൻ എങ്ങനെ നോക്കി നിൽക്കാനാണ്? അവനൊരു ആൺകുട്ടിയല്ലേ, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെ ചെയ്തു പോയെന്നൊക്കെ പറയുമ്പോ ഇപ്പോഴും ദേവികയോട് മാത്രമേ നിനക്ക് കുറ്റം ചേർത്താനായിട്ട് കഴിയുള്ളൂ. നിന്റെ അനിയൻ ചെയ്തതപ്പോ തെറ്റല്ലേ, ഒരാളെ കൊന്നിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലാതെ തല്ലിയിട്ടല്ല എന്നൊക്കെ പറയുമ്പോ ഇത് കേട്ട് രജനി പറയുന്നുണ്ട്, ആ ഗിരി ദേവിക്കൊപ്പല്ലേ നിൽക്കുള്ളൂ, അവള് ഭാര്യയല്ലേ, ഗിരിയാണ് ഇങ്ങനെ ഒരു അവസ്ഥയില്ലെങ്കിൽ ഞാൻ ഗിരിക്കൊപ്പല്ലേ നിൽക്കുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യത്തിന്റെ പാതയിൽ പോകുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാനേ രജനി കഴിയുള്ളൂ. അതിലിപ്പോ ഭർത്താവായാലും ശരി, ആരായാലും ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഗിരിയാണെങ്കിൽ വീണ്ടും വീണ്ടും ദേവികയെ സപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ തന്നെ അനിയും മനഃപൂർവ്വം കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രജനി വീണ്ടും ബഹളം വെക്കുന്നുണ്ട്. പിന്നീട് CP ആവട്ടെ അരുന്ധതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വാഷ് ബേസിനിൽ മുഖമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഋഷി പെട്ടെന്ന് CP അവിടെ നിൽക്കുന്നത് അറിയാതെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് CP ആയ ഒരു കാഴ്ച കണ്ണാടിയിലൂടെ കാണുന്നുണ്ട്. അയാൾ തിരിഞ്ഞു നോക്കുന്നു. ഋഷി മോനെ നീയോ? ഋഷിയാണെങ്കിൽ തിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോഴേക്കും CPയുടെ കണ്ണിൽ പെട്ടു എന്ന് മനസ്സിലാകുകയാണ്. അങ്ങനെ ഋഷി സത്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഒരു കാരണവശാലും പുറത്ത് അറിയിക്കരുതെന്ന് പറയുകയാണ്. മോനെ, അത് പിന്നെ നിന്നെ കാണാതെ പോലീസ് തെരഞ്ഞു നടക്കല്ലേ, അതിനിടയിൽ നീ എന്താ ഇങ്ങനെ കള്ളത്തരങ്ങൾ ഒപ്പിക്കുന്നത്? ഇവിടെ നീ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് CP ആണെങ്കിൽ ആകെ പതറിപ്പോവാണ്. അവിടേക്ക് അരുന്ധതിയും വരുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.